എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ബീഫ് മപ്പാസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്രാവശ്യം ക്രിസ്മസിന് എന്തായാലും ഇതുപോലെ തന്നെ നമുക്ക് ബീഫ് മപ്പാസ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി നമ്മളിവിടെ പൊടിച്ച പൊടിയാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം 2 ഉരുളക്കിഴങ്ങും ഒരു 5-6 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തെയും പൊടികളൊക്കെ ഒന്ന് ചെല്ലുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് കുക്കർ മൂടി വെച്ച് ഒന്ന് ഒരു 5-6 വിസിലടിപ്പിച്ചെടുക്കണം. ഞാൻ 5 വിസിലടിപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ ഞാൻ കേട്ടോ. ഓരോ ഭാഗത്തെയും ബീഫിൻ്റെ വേവനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്കൊരു 2 മീഡിയം സവോള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഇതൊക്കെ എല്ലാം മീഡിയം ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2-ാം പാലും 1-ാം പാലും നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാത്രം അടുപ്പത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേന് ഇതേണ്ട നമ്മുടെ സവോള ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേനും നന്നായിട്ട് വഴന്ന് കിട്ടും നമ്മളുടെ സവോള. അപ്പോൾ ഇപ്പോൾ ഒന്ന് കളറൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. പിന്നെ തീ കുറച്ച് വെച്ചാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കിയപ്പം ഏകദേശം നല്ലതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിനകത്ത് മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഒന്നും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ തക്കാളിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊന്ന് തട്ടിപ്പത്തിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ബാക്കി ഒന്ന് ഉടച്ചും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. തവി വെച്ചൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ ബീഫിനകത്ത് വെള്ളമൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഓൾറെഡി ബീഫിനകത്ത് വെള്ളം ഇറങ്ങിയിരിക്കുന്നതാണ്. ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം പോരായികയുണ്ടെങ്കിൽ നമുക്ക് ആ കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ മസാലയ്ക്കകത്തിട്ട് ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി
ഇതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എരിവ് നോക്കിയപ്പോൾ എരിവ് കുറവാണ്. പച്ചമുളകിനൊന്നും തീരെ എരിവില്ല, അതുപോലെ തന്നെ കുരുമുളകിനും തീരെ എരിവില്ല ഇവിടുന്ന് വാങ്ങിക്കുന്നതിന്. അതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. യോജിപ്പിച്ച് കൊടുത്തതിന് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 2ാം പാൽ ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം പിന്നെയാണ് നമ്മൾ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങയും കാഷ്നട്ടും കൂടി അരച്ചാണ് തലപ്പാൽ റെഡിയാക്കി വെച്ച് ഒരു 3-4 കാഷ്നട്ടും കൂടെ തേങ്ങയ്ക്കകത്ത് ഞാൻ ചേർത്തിട്ടാണ് ഒന്ന് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരിയോടെ ഒന്ന് കുറുക്കം കിട്ടും. അപ്പോൾ ഞാൻ ടേസ്റ്റും കൂടുവേ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാൽ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തത്. 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാവുകയോ ചെയ്യാതെ തിളയ്ക്കരുത്. ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അതുപോലെ തന്നെ കാഷ്നട്ട് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേർത്താണ്. ഒരു കുറുക്കവും കൂടെ കിട്ടുമല്ലോ എന്ന് ഓർത്ത് ചേർത്ത് കൊടുത്താണ്. ഇല്ലെങ്കിൽ നല്ല മപ്പാസാണ്, അടിപൊളി മപ്പാസാണ് കേട്ടോ. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചും കൂടെ ചേർക്കണം. താളിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എണ്ണയ്ക്കകത്ത് വഴറ്റിയതാണ്. എന്നാലും നമ്മൾ താളിച്ചും കൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പം ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി സെറ്റായിട്ടിരിപ്പുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ താളിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. ഇപ്രാവശ്യം ക്രിസ്മസിന് ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇളക്കിയൊക്കെ കാണിച്ചു തരാം. ഇതുപോലെ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് നല്ല ചൂട് പാലപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ബീഫ് മപ്പാസ് ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുത്തേക്കണം. ഇവിടെ എരിവ് ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതലായിട്ടെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.